കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം പേജ്. അതിന് ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച ഒരു പിന്തുണ അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്. അത് എങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്? അതോടൊപ്പം തന്നെ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തികൾ? തീർച്ചയായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം CJP ആണ്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പിന്നാമ്പുറം, അതായത് ഇതൊരു പാർട്ടി എന്നുള്ള ഇതല്ല, ഇതൊരു സോഷ്യൽ മീഡിയ പേജാണ്. ഈ പേജിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് തന്നെയും BJPക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. അത് 100% BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. അതായത് ഇത് ഒരു AAPയുടെ, അതായത് ആം ആദ്മി പാർട്ടി, കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു B ടീമാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്താണ് എന്നുള്ളത് വളരെയധികം വ്യക്തമായിരിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടി AAPയുടെ ഒരു B ടീം എന്നുള്ള തരത്തിൽ CJP BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു നീക്കം എന്ന് തന്നെ ഇതിനെ വിലയിരുത്താൻ പറ്റും. പിന്നെ ഇത് തുടങ്ങിയ ആൾ ആരാണ് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം, അത് അഭിജിത്ത് ദീപ്കെ ആണ്. അതായത് 30 വയസ്സുള്ള അഭിജിത്ത് ദീപ്കെ CJPയുടെ സ്ഥാപകനാണ്. മഹാരാഷ്ട്ര സ്വദേശി, ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക ബേസ് ആയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് തന്നെ. 2018 മുതൽ ആം ആദ്മി പാർട്ടി AAP എക്കോസിസ്റ്റവുമായി അടുത്ത ബന്ധമുള്ള ആൾ. AAP സർക്കാരിന് കീഴിൽ CM ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. ഇനി ഈ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം, അതായത് ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ നറേറ്റീവുകൾ പ്രചരിപ്പിക്കുന്നു, ജാതി തിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, സാമൂഹിക സൗഹാർദ്ദം തകർക്കാൻ നിരന്തരം ശ്രമിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ദേശീയ താൽപ്പര്യങ്ങളെയും ഒരേ സമയം ലക്ഷ്യമിടുന്നു. സംശയാസ്പദമായ ഓൺലൈൻ നെറ്റ്വർക്കുകൾ വഴി ഇയാൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു എന്ന തരത്തിലും ഇപ്പോൾ പല രീതിയിലുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ ഫോളോവേഴ്സ്, ഈ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഒരു CJP എന്ന് പറയുന്ന ആ പേജിന് ഉണ്ടായി എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കുള്ളിൽ യുവജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ആ ഒരു ഇതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, അത് ഇൻസ്റ്റഗ്രാമിലായാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും പല വിധേന നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ, സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും വളരെ എളുപ്പത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കാശ് കൊടുത്തും നമുക്ക് ഫോളോവേഴ്സിനെ വാങ്ങാൻ സാധിക്കും, എത്ര വേണമെങ്കിലും ബോട്ടടിച്ച് കയറ്റാൻ സാധിക്കും. ഈ പറയുന്ന തോതിൽ ആ അക്കൗണ്ടിലും ആ രീതിയിൽ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ടാകാം. ഇനി അതല്ല, മറ്റൊരു വശമെന്ന് പറയുന്നത്, ഇനി അത് റിയൽ ഫോളോവേഴ്സ് തന്നെയാണെങ്കിൽ തന്നെയും അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നിന്നുള്ളവർ തന്നെ ആവണമെന്നില്ല. അതായത് BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സംഭവം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറുവശത്ത് പലരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന തോതിൽ നമ്മുടെ രാജ്യത്തകത്ത് നിന്നുള്ളവർ മാത്രമല്ല, അത് പുറത്തു നിന്ന്, അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള പലരും ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇന്ത്യക്കകത്ത് നിന്നുള്ളവരെക്കാളും ഭൂരിഭാഗം അതിൻ്റെ അകത്ത് ഫോളോവേഴ്സ് ആയിരിക്കുന്നത് ഈ പറയുന്ന തോതിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അതായത് ഈ പറയുന്ന തോതിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ രീതിയിലും ഇന്ത്യയിലൊരു പ്രതിസന്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം വച്ചുകൊണ്ട് ഒരിക്കലും നമുക്കതിൻ്റെ ആ ഒരു റീച്ച് അളക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇന്ത്യക്കകത്ത് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം എന്ന് പറയുന്നത്, പുറത്തുള്ളവർക്ക് ഇന്ത്യക്കകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഈ പറയുന്ന തോതിൽ പാകിസ്ഥാൻ,
ബംഗ്ലാദേശ്, അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണം കണ്ടിട്ട് അതെന്തോ വലിയ സംഭവമാണ് എന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കയറുന്നു, അതായത് ഒരു ട്രെൻഡാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് ആയാലും ഒരു പോസിറ്റീവ് ആയാലും, കാരണം പോസിറ്റീവിനെക്കാട്ടിലും നെഗറ്റീവാണ് ട്രെൻഡിൽ പെട്ടെന്ന് അടിച്ച് കയറുന്നതെന്ന് പറയുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം ആ ട്രെൻഡ് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ കാറ്റഴിച്ചു വിട്ട ബലൂൺ കണക്ക് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലതും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പാർട്ടി, അതായത് ഈ പറയുന്ന CJP, അത് എന്താണ് എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ പിന്നിലുള്ളവരാരാണ്, എന്താണ് അവരുടെ ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഇവർ ജനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച, ഇതൊന്നുമല്ല ലക്ഷ്യമെന്ന് പറയുന്നത്. ലക്ഷ്യമെന്ന് പറയുന്നത് BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പാളിച്ച പറ്റിയെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി ആരാണെന്നും ഈ വ്യക്തിക്ക് പിന്നിൽ നിൽക്കുന്നവരാരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്താണ് ഇതിന് പിന്നിലെ കളികൾ? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ധ്രുവ് റാത്തെ പോലൊരാൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ പറയുന്ന വ്യക്തികൾ ധ്രുവ് റാത്തയ്ക്കൊപ്പമുള്ളതും അതോടൊപ്പം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധ്രുവ് റാത്തെ തന്നെ രംഗത്ത് വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. അതായത് ധ്രുവ് റാത്തെ എന്ന് പറയുന്ന വ്യക്തി 100% ഉറപ്പിച്ച് പറയാം BJPക്ക് എല്ലാ രീതിയിലും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആ ഒരു തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് എങ്ങനെയും നോക്കുന്ന ഒരു വ്യക്തിയാണ് ധ്രുവ് റാത്തെ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടി സപ്പോർട്ട് ഇതിനുണ്ട് എന്നറിയുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ മോട്ടീവ്, എന്താണ് ഈ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള കളികൾ എന്നുള്ളത് 100% ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒന്ന് ട്രെൻഡിൽ ആളിക്കത്തും, പിന്നെ വെള്ളമൊഴിച്ച് കിടത്തുന്ന കണക്കുള്ള ഒരവസ്ഥയിലോട്ടായിരിക്കും ഈ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് ഒരു ചുക്കും ചുണ്ണാമ്പും പറഞ്ഞുകൂടാത്ത കുറേ പേർ, അതായത് യുവജനങ്ങൾ പുതിയ ട്രെൻഡാണല്ലോ എന്ന് കരുതിയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു. എന്നാൽ അവരറിയുന്നില്ല ഇതിന് പിന്നിൽ നിൽക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ഉദ്ദേശം, ആരൊക്കെയാണ് ഇവരുടെ പിന്നിൽ എന്നുള്ളത്. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെയും ഇന്ത്യയിൽ വിലപ്പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു ആ ട്രെൻഡ് കുറച്ച് ദിവസം ഒന്ന് ആളിക്കത്തിക്കാൻ നോക്കും, പിന്നെ അത് നനഞ്ഞ പടക്കം മാതിരി ആവുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നതും കാണാം. കാരണം ഇന്ത്യയിലുള്ള ജനങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇന്ത്യൻ ജനത നിൽക്കുന്നതും ഇനി അങ്ങോട്ട് നിൽക്കാൻ പോകുന്നതും.